നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയയിലേക്ക് സ്വാഗതം. ഇന്നു നമുക്ക് രാമായണ കഥകളുടെ അടുത്ത ഭാഗം കേട്ടാലോ? അഥവാ കൂട്ടുകാർ ഇതിനു മുന്നേയുള്ള ഭാഗം കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തേത്. സീതയെ കണ്ടെത്തിയപ്പോൾ ഹനുമാന് വളരെ സന്തോഷമായി. പക്ഷേ ഹനുമാൻ ഒരു കാര്യം കൂടി ചെയ്യാൻ തീരുമാനിച്ചു. രാവണന് രാമന്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഹനുമാൻ തൻ്റെ ദേഷ്യവും ശക്തിയും പുറത്തു കാണിക്കാൻ തുടങ്ങി. സീതയെ കണ്ട ഹനുമാൻ രാവണന്റെ കൊട്ടാരത്തിലെത്തി. അവിടത്തെ പൂന്തോട്ടം നശിപ്പിക്കാൻ തുടങ്ങി. വലിയ മരങ്ങൾ ഹനുമാൻ വേരോടെ പിഴുതെടുത്തു. പൂന്തോട്ടം നശിപ്പിക്കുന്നത് കണ്ടപ്പോൾ രാവണന്റെ സൈന്യം ഹനുമാനുമായി യുദ്ധം ചെയ്യാൻ വന്നു. അവരെല്ലാം ഹനുമാനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹനുമാൻ അവരെ എല്ലാം എളുപ്പത്തിൽ തോൽപ്പിച്ചു. രാവണൻ കോപാകുലനായി. അവൻ തൻ്റെ ഏറ്റവും ശക്തരായ മക്കളെ അയച്ചു. ആദ്യം വന്നത് അക്ഷകുമാരനായിരുന്നു. അക്ഷകുമാരൻ ധീരനായ ഒരു യോദ്ധാവായിരുന്നു. അവൻ ഹനുമാനുമായി ശക്തമായി യുദ്ധം ചെയ്തു. പക്ഷേ ഹനുമാന്റെ ശക്തിക്ക് മുന്നിൽ അക്ഷകുമാരനും തോറ്റുപോയി. ഹനുമാൻ അക്ഷകുമാരനെ കൊന്നു. അത് കണ്ടപ്പോൾ രാവണൻ കൂടുതൽ ദേഷ്യപ്പെട്ടു. അവൻ തൻ്റെ മറ്റൊരു മകനായ മേഘനാഥൻ അഥവാ ഇന്ദ്രജിത്തിനെ അയച്ചു. മേഘനാഥൻ ഹനുമാനെ പിടിക്കാൻ ഒരു മാന്ത്രികാസ്ത്രം അഥവാ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. ഹനുമാന് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ രാവണനെ കാണാൻ ഹനുമാൻ സ്വയം പിടികൊടുത്തു. രാവണന്റെ സൈന്യം ഹനുമാനെ കയറുകൊണ്ട് കെട്ടി. അവർ ഹനുമാനെ രാവണന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രാവണന്റെ വലിയ സിംഹാസനത്തിനു മുന്നിൽ ഒരു ചെറിയ വാനരനായി ഹനുമാൻ നിന്നു. രാവണൻ അഹങ്കാരത്തോടെ ചോദിച്ചു, "നീ ആരാണ്? എന്തിനാണ് എൻ്റെ രാജ്യത്ത് വന്നത്?" ഹനുമാൻ ധൈര്യത്തോടെ പറഞ്ഞു, "ഞാൻ ശ്രീരാമന്റെ ദൂതനാണ്. സീതയെ തിരികെ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായ യുദ്ധത്തെ നേരിടേണ്ടി വരും." ഇത് കേട്ടപ്പോൾ രാവണന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. "ആരവിടെ? ഇവന്റെ വാലിൽ തുണി കെട്ടി തീയിടുക!" രാവണൻ സൈന്യത്തോട് ആജ്ഞാപിച്ചു. രാവണന്റെ ഉത്തരവനുസരിച്ച് രാക്ഷസന്മാർ ഹനുമാന്റെ വാലിൽ തുണി കൊണ്ട് ചുറ്റാൻ തുടങ്ങി. അവർ ചിരിച്ച് കളിയാക്കി പറഞ്ഞു, "ഈ ചെറിയ വാനരന്റെ അഹങ്കാരം കണ്ടോ? ഇവൻ നമ്മുടെ ശക്തി എന്താണെന്നറിയാൻ പോകുന്നു." പക്ഷേ ഹനുമാൻ ശാന്തനായി നിന്നു. രാക്ഷസന്മാർ വാലിൽ തുണി കെട്ടുമ്പോൾ ഹനുമാൻ തൻ്റെ വാല് വലുതാക്കി. അവർ തുണി ചുറ്റിക്കൊണ്ടേയിരുന്നു. ഒപ്പം ഹനുമാൻ വാല് വലുതാക്കിക്കൊണ്ടേയിരുന്നു. അവർക്ക് കൂടുതൽ തുണിയും നെയ്യും ആവശ്യമായി വന്നു. രാക്ഷസന്മാർ കുഴങ്ങിപ്പോയി. അവർ കൂടുതൽ തുണി കൊണ്ടുവന്നപ്പോൾ ഹനുമാൻ വീണ്ടും വാല് വലുതാക്കി. അവസാനം രാക്ഷസന്മാർക്ക് തുണി കിട്ടാതെയായി. എന്തായാലും ഇവന്റെ വാലിൽ തീയിടാം. അങ്ങനെ അവർ ഹനുമാന്റെ വാലിൽ തീയിട്ടു. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഹനുമാൻ ചെറുതായി. അവനെ കെട്ടിയ കയറുകൾ അഴിഞ്ഞുപോയി. വാലിൽ തീപ്പന്തവുമായി നിന്ന ഹനുമാൻ ചിരിച്ചു. "നിങ്ങൾ എൻ്റെ വാലിൽ തീയിട്ടു. ഇനി ഈ തീ ഞാൻ നിങ്ങളുടെ രാജ്യത്തിലിടും." വാലിൽ തീജ്വാലയുമായി ഹനുമാൻ രാവണന്റെ കൊട്ടാരത്തിലും ലങ്കയിലും ഓടി നടന്നു. വലിയ തീജ്വാലകൾ ലങ്കയിൽ പടർന്നു പിടിച്ചു. മനോഹരമായ വീടുകളും വലിയ കെട്ടിടങ്ങളും ആയുധപുരകളും എല്ലാം കത്തി നശിച്ചു. ആകാശത്തേക്ക് തീജ്വാലകൾ ഉയർന്നു. രാക്ഷസന്മാരും അവരുടെ ഭാര്യമാരും കുട്ടികളും പേടിച്ച് നിലവിളിച്ചു. പക്ഷേ ഹനുമാൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു. സീതയെ പാർപ്പിച്ചിരുന്ന അശോകവനം കത്തിച്ചില്ല. കൂടാതെ രാവണന്റെ സഹോദരനായ വിഭീഷണൻ നല്ലവനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടും ഹനുമാൻ കത്തിച്ചില്ല. ലങ്ക കത്തി നശിക്കുന്നത് കണ്ടപ്പോൾ ഹനുമാന് സന്തോഷമായി. പക്ഷേ ഒരു നിമിഷം അവൻ വിഷമിച്ചു. "അയ്യോ, ഈ വലിയ തീയിൽ സീതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ?" ഹനുമാൻ വേഗം അശോകവനത്തിൽ തിരികെ പോയി. അവിടെ സീത സുരക്ഷിതയായിരിക്കുന്നത് കണ്ടപ്പോൾ ഹനുമാന് വലിയ ആശ്വാസമായി. പിന്നീട് ഹനുമാൻ തൻ്റെ യാത്ര തിരിച്ചു. ലങ്കയിൽ നിന്നും തിരികെ കടലിലൂടെ പറന്നപ്പോൾ കടലിലെ തിരമാലകൾ പോലും ഹനുമാനെ ബഹുമാനിച്ചു. ഹനുമാൻ വേഗത്തിൽ രാമന്റെ അടുത്തേക്കെത്തി.
രാമനും ലക്ഷ്മണനും സുഗ്രീവനും ഹനുമാനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഹനുമാൻ അവരുടെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചു. സീത കൊടുത്ത ആഭരണം രാമന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, അമ്മയെ ഞാൻ കണ്ടു. ഈ 3 വാക്കുകൾ രാമനും കൂട്ടുകാർക്കും വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകി. കൂട്ടുകാരെ, ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നത്തെ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം ഈ കഥയുടെ തുടർച്ച നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. അതുവരേക്കും ഗുഡ് ബൈ.